ഹലോ ഗായ്സ്. അപ്പൊ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് നമ്മള് രാമേന്ദ്രയിൽ പോയതാണ്. കൊടപ്പനക്കുന്ന് രാമേന്ദ്രയാണ് പോയത്. ആ വെള്ളം ഉടപ്പെട്ട് പോകുന്നതാണ് ഗൈസ് എന്റെ ചേട്ടൻ. അപ്പൊ ഗൈസ് നമ്മൾ ആദ്യം നോക്കിയത് സ്കൂളൊക്കെ തുറക്കാറായില്ലേ, അതുകൊണ്ട് ബാഗാണ്. പക്ഷേ കിട്ടിയില്ല ഗൈസ്. അവിടെ കുഞ്ഞു പിള്ളേർക്കുള്ളതും പിന്നെ ചെറിയ സൈസുള്ള ബാഗേ ഉള്ളൂ. ഇതാണ് ഗൈസ് എന്റെ മാമി, ഇതാണ് ഗൈസ് എന്റെ അമ്മൂമ്മ. പിന്നെ നമ്മൾ ഇവിടെ അത്ര കുറെ നോട്ട് ബുക്സ് ഒക്കെ ഉണ്ട്. നോട്ട്ബുക്ക്, ഡ്രോയിങ് ബുക്ക്, അങ്ങനത്തെ ടിഫിൻ ബോക്സ്, അല്ലാത്ത ബോക്സുകൾ അങ്ങനത്തെ എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ നോക്കിപ്പോയത് ബുക്കൊക്കെ ബൈൻഡ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റാപ്ലർ ആണ്. അങ്ങനെ അത് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ നമുക്കൊരു സ്റ്റാപ്ലർ കിട്ടിയിട്ടുണ്ട്. ഇതാണ് സ്റ്റാപ്ലർ. പിന്നെ ഇവിടെ അത്ര പേന, കളർ, ക്രയോൺസ് അങ്ങനത്തെ എല്ലാം ഉണ്ട് ഗൈസ്. അങ്ങനത്തെ എല്ലാം ഉണ്ട്. പേനന് ഇഷ്ടം പോലെ ഇതുണ്ട് ഗൈസ്. വാട്ടർ കളറ്, പെൻസില്, അങ്ങനെ എല്ലാം ഉണ്ട് ഗൈസ്. പല ടൈപ്പ് കളറുള്ള പേനകളും അങ്ങനെ എല്ലാം ഉണ്ട്. വൈറ്റ്നറൊക്കെ ഉണ്ട്. പിന്നെ അടുത്തെന്ന് പറയുന്നത് ഇതാണ് നമ്മള് മേടിക്കാൻ ഉദ്ദേശിച്ചത് സ്റ്റാപ്ലർ. പക്ഷെ നമ്മൾ ഇതാണ് എടുത്തത് ഗൈസ്. ഇത് വലുതും പിന്നെ വലുതായോണ്ടാണ് എടുത്തത്. പിന്നെ അങ്ങോട്ട് പോയത് അടുത്ത അത്രയും സോപ്പാണ് ഗൈസ്. ഇഷ്ടം പോലെ ഉണ്ട്. വിം ഉണ്ട്, എക്സോ ഉണ്ട്, അങ്ങനത്തെ എല്ലാം ഉണ്ട്. പിന്നെ ലിക്വിഡ് ആണ്, വിമ്മ്, ഡെറ്റോൾ, അങ്ങനത്തെ എല്ലാം ഉണ്ട്. പ്രില്ലൊക്കെ ഉണ്ട് ഗൈസ്. അങ്ങനത്തെ എല്ലാ ബ്രാൻഡിന്റെയും ഇവിടെ കാണാം. ഇതാണ് ഗൈസ് പ്രില്ലിൻ്റെത്. പിന്നെ അടുത്ത അത്രയും സോപ്പുകളാണ്. പിന്നെ സോപ്പ് പൊടിയൊക്കെ ഉണ്ടായിരുന്നു. ടൈഡിന്റെയും സർഫ് എക്സലിന്റെ അങ്ങനത്തെ എല്ലാ സോപ്പ് പൊടി ഉണ്ടായിരുന്നു. സർഫ് എക്സലിന്റെ ഒക്കെയാണിത്. ടൈഡ് ഉണ്ട്. പിന്നെ അത് കംഫർട്ടിന്റെ ലിക്വിഡാണ്. പിന്നെ ഇവിടെ അത്രയും എന്ന് പറയുന്നത് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നതാണ്. ഹാർപ്പിക്ക്, പിന്നെ ലൈസോള്, അങ്ങനത്തത്. പിന്നെ ഇവിടെ അത്രയും ഹാൻഡ് വാഷ് ആണ്. ഹാൻഡ് വാഷിന് ഒരു ബൈ വൺ ഗെറ്റ് വൺ ഉണ്ടായിരുന്നു. ഒരു ബൈ വൺ ഗെറ്റ് വൺ അല്ല, ഒരു കോംബോ. ഒരു ബോട്ടിലിന്റെ കൂടെ ഒരു പൗച്ച് ഫ്രീ, അങ്ങനെ. പിന്നെ ഗൈസ് നമ്മൾ അടുത്ത പോയത് ജ്യൂസിന്റെ സെക്ഷനിലോട്ടാണ്. ഇഷ്ടംപോലെ ഉണ്ട് ഗൈസ് ജ്യൂസൊക്കെ. പെപ്സി, മൗണ്ടൻ ഡ്യൂ, അങ്ങനത്തെ എല്ലാം ഉണ്ട് ഗൈസ്. മിനറൽ വാട്ടർ വരെ ഉണ്ട്. ഇനി നമ്മൾ ജ്യൂസിന്റെ സെക്ഷൻ കഴിഞ്ഞ് നേരത്തെ കാണിച്ച സോപ്പ് പൊടി ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. 1/2 കിലോയുടെ 2 എണ്ണമാണ് എടുത്തത്. ഇത് ഒരെണ്ണം, അടുത്ത ഇത് 2 എണ്ണം, അങ്ങനെ അതെടുത്തു സർഫ് എക്സലിന്റെ. പിന്നെ ഗൈസ് നമ്മൾ അവിടെ നിന്ന് മേടിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഒരു മാമി വന്നിട്ട് ഒരു മുറുക്ക്, 2 മുറുക്കാണ് അത് എടുക്കാൻ പറഞ്ഞു. അപ്പം നമ്മളൊന്ന് ഒരെണ്ണം സാമ്പിളായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കൊള്ളാൻ പറഞ്ഞപ്പോ ഒരെണ്ണം എടുത്തു ഗൈസ്. പിന്നെ അടുത്ത ചെറിയ സോപ്പ് നോക്കി, അത് വേണ്ടെന്ന് പറഞ്ഞ് അവിടെ എടുത്ത് വെച്ചു. കണ്ടോ, ഇത് ഇത്രയാണ് നമ്മൾ ആദ്യം മേടിച്ചത്. പിന്നെ ഞാൻ പോയത് ഒരു പ്രിങ്കിൾസിന്റെ സെക്ഷനിലോട്ടാണ്. ഇതിന്റെ വിലയൊന്നും ഞാൻ നോക്കിയില്ല, നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് കേസ് എടുത്തത്. വേണ്ട. പിന്നെ കുറെ ലേസും, പിന്നെ അതിന്റെ മണ്ടയിൽ തന്നെ കുറെ പാവകളും തൂക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ലേസുകള്, ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ഇത് ജ്യൂസ് ഐറ്റംസിന്റെ ഇതാണ്. അടുത്തൊരു തന്നെയാണ് മറ്റേ മിൽക്ക് ഷേക്ക് പോലത്തെ ഒക്കെ. പിന്നെ മറ്റേ ട്രോപ്പിക്കാനോടെ അങ്ങനത്തെ ഒക്കെ ജ്യൂസ് ഉണ്ട്, മറ്റേ വലിയ ഇതിൽ കിട്ടണത്. പിന്നെ കുറെ മിൽക്ക് ഷേക്ക് ഉണ്ടായിരുന്നു. നെസ്കാഫയുടെ ഷേക്ക് ഉണ്ട്. പിന്നെ ഇവിടെ അത്രയും ഇത് സ്ക്വാഷ് പോലത്തെ ഒരു സംഭവമാണ്. അങ്ങനത്തെ കുറെ എണ്ണം ഉണ്ട്, കുറെ ഇതുണ്ടായിരുന്നു. എടുത്തത് പിന്നെ ചേട്ടൻ ഒരു സോപ്പ് എടുത്തപ്പോ അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചേട്ടൻ അത് നോക്കി. ഇതാണ് ഗൈസ് സോപ്പ്. അതിന്റെ 2 ടൈപ്പ് ഉണ്ടായിരുന്നു, ഒന്ന് ബ്ലാക്കും ഒന്ന് റോസും. പിന്നെ നമ്മൾ ഹാർപ്പിക്കിന്റെ ഒരെണ്ണം നോക്കി. പിന്നെ വിമ്മിന്റെ ഫ്ലോർ ക്ലീനർ ആണ് ഗൈസ് ഇത്.
പിന്നെ നമ്മൾ അടുത്തൊരു കംഫർട്ടിന്റെ ഒരു പൗച്ച് നോക്കി, അത് ഇത്തിരി വലുതായിരുന്നു. കൊള്ളാം ഗൈസ് അത്. പിന്നെ നമ്മുടെ ഡോഗ്സിനൊക്കെ കൊടുക്കാൻ പറ്റിയ പെഡിഗ്രി അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. ഡോഗ്സിന് കൊടുക്കാനുള്ള മിക്കതും ഇവിടെ തന്നെ കാണാം. പിന്നെ നമ്മൾ നോക്കി സ്പ്രേസ് ആണ്, ഫോഗിന്റെ ന്യൂ. അപ്പൊ ഗൈസ് നമ്മുടെ അടുത്തൊരു കത്തിരിയും കൂടെ മേടിച്ചു. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. ബൈ.